ഏകദേശം ഒരു 1000-1500 വർഷം, ചിലപ്പോൾ അതിനേക്കാളും മുകളിൽ വരുന്നതാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഇവിടെ നമ്മളെ ഈ ആമക്കുളത്തിലെ പാറയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചവിട്ടും കുത്തുപണികളെല്ലാം കണ്ടുപിടിച്ചു ഈ പുരാവസ്തു ഗവേഷകർ. അപ്പോൾ അവർ പറഞ്ഞ് ഇതിന് 2000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. ഹായ്, വൈശുബ്രോ ആണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലാണ്. വേറെ എവിടെയല്ല, ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രം അഥവാ ആമക്കുളം. അവിടെ നമുക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരുപാട് കാഴ്ച കാണാണ്ട് നമുക്കത് കണ്ടിട്ട് വരാം. ഇവിടെ ജാതി മതം വ്യത്യാസം പ്രശ്നമില്ല. ഏത് മതസ്ഥർക്കും ഇവിടെ വരാം. എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. ഏത് മതസ്ഥരും ഇവിടെ വരുന്നുണ്ട്. ഈ ആമയൂട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് സുഖാകുന്നുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ മഹിഷാസുര മർദ്ദിനിയാണ്. അടുക്കത്ത് ഭഗവതി എന്ന് പറയുന്നത് ശ്രീ മഹിഷാസുര മർദ്ദിനി ദേവിയാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളൊന്നാണ് ആമക്ക് ചോറ് കൊടുക്കല്. ആമക്കുളവും ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടും ചരിത്രവും ഐതിഹ്യവും വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ ചെയർമാനായിട്ടുള്ള ജനാർദ്ദനേട്ടൻ നമ്മളൊന്നിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീട്ടിലേക്ക് പോകാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് ചരിത്രവും കുറച്ചൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഏകദേശം ഒരു 1000-1500 വർഷം, ചിലപ്പോൾ അതിനേക്കാളും മുകളിൽ വരുന്നതാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഇവിടെ നമ്മളെ ഈ ആമക്കുളത്തിലെ പാറയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ചവിട്ടും കുത്തുപണികളെല്ലാം കണ്ടുപിടിച്ചു ഈ പുരാവസ്തു ഗവേഷകർ. അപ്പോൾ അവർ പറഞ്ഞ് ഇതിന് 2000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി ഒന്നുമില്ല. 2000 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രം. പഴമ കൊണ്ടും പെരുമ കൊണ്ടും പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടുത്തെ ജൈവ വൈവിധ്യമാണ്. അത്യന്തം ജൈവ വൈവിധ്യ മേഖലയാണിത്. ഇവിടെ മറ്റേ ഖനനങ്ങളും കാര്യങ്ങളെല്ലാം നടത്തുന്നതെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ഈ കാവിന് പഞ്ചായത്തിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷം കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കാവുകൾക്കുള്ള 1ാം സ്ഥാനം കിട്ടിയ കാവും കൂടി ഇതാണ്. പിന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ മഹിഷാസുര മർദ്ദിനിയാണ്. അടുക്കത്ത് ഭഗവതി എന്ന് പറയുന്നത് ശ്രീ മഹിഷാസുര മർദ്ദിനി ദേവിയാണ്. അത് കഴിഞ്ഞ് കൊല്ലൂർ ശ്രീ മൂകാംബിക സരസ്വതി ദേവി. അത് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ട് ഇവിടുത്തെ ഒരു പരമഭക്തൻ, ഈ അമ്പലവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി കൊല്ലൂർ മൂകാംബികയിലേക്ക് നിത്യം നവരാത്രി സമയത്ത് നടന്നു പോവുകയായിരുന്നു. പ്രായാധിക്യം കാരണം അയാൾക്ക് നടക്കാൻ വേണ്ടി പറ്റാതിരിക്കുമ്പോൾ ദേവിയോട് പ്രാർത്ഥിച്ചു, എനിക്ക് എന്ത് വരാൻ പറ്റില്ല ദേവി എന്ന് പറഞ്ഞിട്ട് സൗപർണികയിൽ കുളിക്കുന്ന സമയത്ത് സൗപർണിയിൽ മുങ്ങിയിട്ട് അവിടുന്ന് ഒരു കല്ലും കൊണ്ടുവന്നു. ആ കല്ല് ഇവിടുത്തെ കാവിൽ വെച്ചു. പിന്നെ നമ്മളൊരു അഷ്ടമംഗല പ്രശ്നം വെക്കുന്ന സമയത്ത് അത് ദേവി ഇയാൾ കൂടെ വന്നു എന്നും അതിനൊരു ഇരിപ്പിടം കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉള്ളിൽ സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠ നടത്തിയത്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠയാണ് കൂർമാവതാര മഹാവിഷ്ണു ഭഗവാൻ. അത് പണ്ട് ഈ ദേവി ഇവിടുത്തെ ഈ കാവുകളിൽ ഈ ദേവ നർത്തനം ചെയ്യുന്ന സമയത്ത്, നർത്തകിമാരെന്ന് വെച്ച് നൃത്തം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ വിഷ്ണു കൂർമാവതാര രൂപത്തിൽ ഈ പള്ളത്തിൽ വന്നു എന്നും ഈ ആമക്കുളത്തിൽ വന്നു എന്നും അത് ദേവി കണ്ടു എന്നും, ദേവി കാണുമ്പോൾ ഇത് തിരിച്ചു പോകുന്ന സമയത്ത് ദേവിക്ക് ഇത് മനസ്സിലായി ഇത് മറ്റാരും അല്ല എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ അയാളെ സ്വയം രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു, വിഷ്ണു ഭഗവാന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു വന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇരിപ്പിടം ഞാൻ തരാം. അത് ധന്വന്തരി മൂർത്തി രൂപത്തിലാണ് തരുന്നത്. കൂർമ്മവാര വിഷ്ണു ധന്വന്തരി രൂപത്തിലാണ്. ധന്വന്തരി രൂപം എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ കാര്യങ്ങൾ മാറ്റുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണിത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ ഈ ധാരാളം ആൾക്കാർ അസുഖമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അത് അസുഖമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ പ്രധാന ഊട്ട് ആമയൂട്ടാണ്. ഈ ആമയൂട്ട് ചെയ്യുന്നതോടുകൂടി അവരെല്ലാം അസുഖം മാറുന്നുണ്ട്. അതിന് നേർച്ച നേരുന്ന സമയത്ത് തന്നെ ഇത് മാറിക്കൊണ്ടിരിക്കും.
ഇപ്പൊ ഇതിൻ്റെ ഇടയിൽ ഒരു ആമവാദം, അതുപോലെ തന്നെ കണ്ണിനുള്ള അസുഖം, അതുപോലെ തന്നെ കന്നുകാലികൾക്ക് മറ്റ് പിന്നെ വന്യജീവികളുടെ അസുഖം എല്ലാത്തിനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരീക്ഷ പാസ്സാകാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റ് എല്ലാ കാര്യത്തിനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ആമ ഊട്ടാവും. പിന്നെ വിദ്യാ സരസ്വതി പൂജയാവും, സരസ്വതി പൂജയാവും, എല്ലാം പൂജയാവും. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പൂജകളാണ് ചെവ്വ വിളക്ക്, നിറമാല, അതുപോലെ തന്നെ പിന്നെ ഭഗവതി സേവ. ഇങ്ങനെയുള്ള 2-3 പൂജകൾ ഇവിടുത്തെ, ചുറ്റുവിളക്ക്, ഇതെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട പൂജകളാണ്. അത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച മാത്രമേ നടത്തൂ. പിന്നെ ഇവിടെ വരുന്ന ഭക്തർ പ്രധാനപ്പെട്ട ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ 10:30 മുമ്പേ വഴിപാട്, പായസം, ആമിയൂട്ടി 3 വിളിച്ചു പറയേണ്ടി വരും. ഇവിടുത്തെ ഫോൺ നമ്പറുകളിൽ വിളിച്ചു പറയേണ്ടി വരും. അതെന്താ പറഞ്ഞാൽ ദേവിക്ക് നിവേദിക്കാൻ അത് കൊടുക്കണമല്ലോ. അത് കൊടുക്കുമ്പോൾ നേരത്തെ വെച്ചില്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ അത് കുറേ ആൾക്കാർ ഈ 11:30 12 മണിക്ക് വരുമ്പോൾ നമുക്ക് പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 10:30 മുമ്പേ ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അമ്പലത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. പിന്നെ അതുകൂടാതെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ രക്തേശ്വരി ഉണ്ട്. ഇവിടുത്തെ സ്ഥലദേവതയാണ്, ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്. പിന്നെ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ പിന്നെ ബ്രഹ്മരക്ഷസ് ഉണ്ട്. ബ്രഹ്മരക്ഷസും ഒരു പ്രധാനപ്പെട്ട പ്രതിഷ്ഠ തന്നെയാണ്. പിന്നെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വനശാസ്താവുണ്ട്. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശനിജപം, അതുപോലെ തന്നെ ഇവിടെ പിന്നെ സ്വാമിമാർ മാലയിടുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഒരു 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 പ്രശ്നമില്ലാണ്ട് അതെല്ലാം പോകുന്നുണ്ട്. പിന്നെ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശം നാഗരാജാവും നാഗരാജ്ഞിയും ഉണ്ട്. അവിടെയും പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഉത്സവത്തിന് സമയത്തും അതുപോലെ തന്നെ പ്രതിഷ്ഠാ ദിനത്തിനും നമ്മൾ പിന്നെ ഇത് നിവേദ്യം നൽകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വേറൊരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി ഒരു കാവുണ്ട്, ഒരു 2 ഏക്കർ കാവുണ്ട്. ആ കാവിൽ ഗുളിക ഭഗവാനും തൂവക്കാളിയമ്മയാണ്. അതിൻ്റെ ഭണ്ഡാരം ഇവിടെ അമ്പലത്തിൽ വെച്ചിട്ടുണ്ട്. അവിടെ കൊല്ലത്തിൽ 2 പ്രാവശ്യം മാത്രമേ പോകൂ. ഈ പ്രതിഷ്ഠാ ദിനവും അതുപോലെ ഉത്സവ ദിനവും മാത്രമേ പോകും. അവിടെ പോയിട്ട് കലശം കാര്യങ്ങൾ കഴിച്ചിട്ട് നമുക്ക് രാവിലെ വരും. അത് രാവിലെ തന്നെയാണ്, പുലർച്ചെയാണ് ആ കലശ പരിപാടി. പിന്നീട് അങ്ങോട്ട് പോകാറില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ദിവസം അങ്ങോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ഈ 2 ദിവസം മാത്രമേ പോകാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു പ്രത്യേക സ്ഥലമാണത്. അത് കുറെ ദൂരം ഇവിടുന്ന് ഇത് കിഴക്കന്നെ, ഇങ്ങോട്ട് തന്നെ ആ റൂട്ടിൽ കൂടെ പോയാൽ കാണും. ആ റൂട്ട് കുറച്ച് അങ്ങോട്ട് പോയാൽ അവിടെ കാണും. ഒരു 1.5-2 ഏക്കർ സ്ഥലം കാവായിട്ട് കാണും. ഈ വർഷത്തിൽ 2 പ്രാവശ്യം. അതിനുശേഷം മറ്റു ദിവസങ്ങൾ ആ കാവിന്റെ പരിസരത്തേ പോകാൻ വേണ്ടി പാടില്ല. പിന്നെ അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഇത്. പിന്നെ ഇവിടെ ഒരു വല്ലാത്ത ശക്തിയുള്ള ദേവിയാണ്. നമ്മൾ ഭക്തജനങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചോ അവർക്ക് അവരെ കാര്യം നിറവേറ്റി കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മുമ്പെല്ലാം ഭക്തജനങ്ങളെല്ലാം വരുന്ന കുറവായിരുന്നു. ഇപ്പോൾ പിന്നെ കൂടി വരുന്നുണ്ട്. ഇന്നെല്ലാം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരുന്നു. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട്. മുമ്പേ ഈ ലീവ് ദിവസം ബാക്കി കാര്യങ്ങളിൽ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം മറ്റുള്ള ദിവസങ്ങളിൽ ആൾക്കാർ വരാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എത്തിപ്പെടാൻ കുറച്ചൊരു വിഷമമുണ്ട്. പിന്നെ ബസ് സൗകര്യമില്ല. പിന്നെ അപ്പോൾ ഈ ഒടയഞ്ചാലിന്നോ അല്ലെങ്കിൽ രാജപുരത്തുനിന്നോ അല്ലെങ്കിൽ പിന്നെ ഇരിയെന്നോ പെരിയെന്നോ കുണ്ടംകുഴിയെന്നോ വേലക്കുന്നെല്ലാം നമ്മൾ റിക്ഷാക്കിട്ട് വരേണ്ടി വരും. അങ്ങനത്തെ ഒരു യാത്രാ പ്രശ്നം ഇവിടെയുണ്ട്. അത് സമീപഭാവിയിൽ നമ്മുടെ ഗവൺമെൻറ് പിന്നെ ഇപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിട്ട് ഒരു യാത്ര പിന്നെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയാവുന്നതിൽ പ്രതീക്ഷകളാണ് ഉള്ളത്. ഏതായാലും പിന്നെ നല്ലൊരു ഭാവിയിൽ മുമ്പോട്ട് പോകുന്നൊരു ക്ഷേത്രമാണ്. ഭാഗ്യകടാക്ഷമുള്ള ദേവിയും ദേവന്മാരും എല്ലാം ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ ഈ ഇത് നമ്മുടെ സരസ്വതി ദേവിയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ നവരാത്രി ഉത്സവമുണ്ട്. നവരാത്രി ഉത്സവം രണ്ട് മഹിഷാസുരമർദ്ദിനിയും സരസ്വതിയായിട്ട് രണ്ടുകൊണ്ടും നവരാത്രി ഉത്സവം വളരെ ഭംഗിയായി നടക്കുന്ന ഒരു അമ്പലമാണ്. വളരെ ഭംഗിയായിട്ട് നടക്കും. കഴിഞ്ഞ വർഷം 11 ദിവസം, അതിന് മുമ്പത്തെ വർഷം 11 ദിവസം, ഈ വർഷം 11 ദിവസമാണ് വരുന്നത്. ഈ 11 ദിവസം വളരെ നല്ല രീതിയിലുള്ള നവരാത്രി ഉത്സവമാണ്. ആയിരക്കണക്കിന് ആൾക്കാർ വരും ഇവിടുത്തെ. അങ്ങനെയാണ് ആഘോഷിക്കുന്നത്. പിന്നെ എഴുത്തിനെത്തുന്നത്, കുഞ്ഞിക്ക് ചോറ് കൊടുക്കുന്നത് എല്ലാം ഇവിടെ നടത്തും. ഒരു പ്രശ്നമില്ല. കൊല്ലൂർ മൂകാംബിക സരസ്വതി ദേവി തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ അതിനൊന്നും ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാനം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു ആഘോഷ കമ്മിറ്റി ഉണ്ട്. പിന്നെ ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലമാണ്. നല്ലൊരു ബോർഡുണ്ട്, നന്നായി പ്രവർത്തിക്കുന്ന ആഘോഷ കമ്മിറ്റി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ UAE കമ്മിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മാതൃസമിതി ഉണ്ട്. പിന്നെ അയ്യപ്പ സേവാ സംഘമുണ്ട്. ഇവരെല്ലാം നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ക്ഷേമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നന്നായി പ്രവർത്തിക്കുന്ന കമ്മിറ്റികളാണ്. അതുകൊണ്ട് എല്ലാ പരിപാടികളും വളരെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു അമ്പലമാണ് ശ്രീ അടുക്കത്ത് ഭഗവതി ക്ഷേത്രം. ഇപ്പോ ഈ ആമക്കുളം വെച്ചെങ്കിലേ കുറച്ച് അറിയപ്പെടുന്നത് ഇവയിലാണ്. ഈ അടുക്കത്ത് ദേവി വെച്ചെങ്കിൽ പേര് കുറച്ച് അറിയപ്പെടുന്ന കുറവാണ്. മെയിൻ ആമക്കുളമാണ്. ഈ ആമക്കുളം വെച്ചാല് അമ്പലത്തിന്റെ ഇത് സംഭവം അല്ലേ ഇത്? അതെ, അമ്പലമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. ഇപ്പൊ ഈ പൂജ നടക്കും, എല്ലാം ഉണ്ട് ഇവിടെ. അതിന്റെ ഇതെല്ലാം നടത്തുമല്ലോ ഡെയിലി. മഴ സമയത്ത് മറ്റേ വെള്ളാറില്ല. വെള്ളം കുറച്ചാറും, വേനൽക്കാലത്ത് കുറച്ച് വെള്ളാറും. പിന്നെ മഴക്കാലത്ത് നല്ല നിറയെ ഇപ്പൊ ഈ കാണുന്ന മാതിരി ഉണ്ടാവും. ആമകള് ആ സമയത്ത് വേനൽക്കാലത്ത് ബുദ്ധിമുട്ടാണ്. വേനൽക്കാലത്ത് ആമ വെള്ളത്തിലും കാവിലുമായിട്ടാണ് നിൽക്കുന്നത്.
അത് അത് ഇപ്പോഴും നിൽക്കും. അത് പുറത്തേക്ക് പല വരും. സമയത്തും ഈ ആമ മുട്ടയിടുന്നത് പിന്നെ കാവിലാണ്. പിന്നെ ഇതിനകത്ത് വരും. ഈ കാവിൻ്റെ ഉള്ളിൽ കാവ് അതില് ചെയ്യാൻ ഇല്ലില്ല, അങ്ങനെയല്ല, അതിൽ ആമത്തേനല്ല അല്ലേ? ചെയ്യില്ല. അതിന് മുട്ടയിടുന്ന സമയത്ത് കാവിൽ വരും. കാവിൽ വന്നിട്ട് അതിന് ചെയ്തതിന് ശേഷം നേരെ കുട്ടികളെയും കൂട്ടി അങ്ങോട്ട് പോകും. നമ്മളിപ്പോ കഴിച്ചതിന്റെ വഴിപാട് കഴിച്ചൻ്റെ വീട് ആമയൂട്ട് അവിടെ കൊടുക്കണം. മെയിൻ പൂജ എന്നായിരിക്കും അല്ലേ? മെയിൻ പൂജ പറഞ്ഞാൽ ആമക്ക് ആമയൂട്ടാണ് ഉച്ചക്ക്. അത് ഉച്ചക്ക് പിന്നെ നമ്മുടെ മഹാപൂജ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുത്തെ പ്രസാദം കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം തന്ത്രി ആദ്യം പിന്നെ ആമയൂട്ട് വന്നിട്ട് കൊടുത്തിട്ട് പിന്നെ ആ ജലത്തിൽ നിന്ന് തീർത്ഥജലം എടുത്തിട്ട് ഈ പ്രതിഷ്ഠയ്ക്ക് ഒഴിച്ചിട്ട് അയാൾ പോകും. പിന്നെ ഭക്തജനങ്ങൾ ഓരോരുത്തരും അവർക്ക് ആമയൂട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ തീർത്ഥജലം എടുത്തിട്ട് ഈ പ്രതിഷ്ഠയ്ക്ക് ഒഴിക്കാം. ഇവിടെ ജാതി മതം പ്രശ്നമില്ല. ഏത് പിന്നെ മതസ്ഥർക്കും ഇവിടെ വരാം. എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. ഏത് മതസ്ഥരും ഇവിടെ വരുന്നുണ്ട്. ഈ ആമയൂട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് സുഖാകുന്നുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളിപ്പോൾ അന്യ മതസ്ഥർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഹിന്ദുക്കളല്ലാതെ മറ്റേ മുസ്ലിം മതസ്ഥർ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഹോദരന്മാർ, ഇവരിലാണല്ലോ നമ്മൾ വരുന്നത്. മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരന്മാർ അവർ വരുന്നുണ്ട്. പിന്നെ സഹോദരങ്ങളും സഹോദരിമാരും വരുന്നുണ്ട്. രണ്ടിലും വരുന്നുണ്ട്. അവർ ആമയൂട്ട് കൊടുക്കുന്നുണ്ട്. അവർ ഈ പ്രതിഷ്ഠയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് പോകുന്നുണ്ട്. അവർക്ക് സുഖമാകുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു മുസ്ലിം സഹോദരിക്ക് പിന്നെ ആമവാദം എന്ന് പറഞ്ഞൊരു അസുഖം വന്നു. ആമവാദം അസുഖം വന്നിട്ട് പിന്നെ അവര് പിന്നെ കിടപ്പിലായി. പിന്നെ അവർ കുറച്ച് പാവപ്പെട്ടവരാണ്. അവരുടെ കയ്യിലുള്ള പൈസയും തീർന്നു. പിന്നെ കടവും വാങ്ങിച്ചു. പിന്നെ അവസാനം ഒന്നും പിന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ പിന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു അയൽവാസി പറഞ്ഞു, ഇങ്ങനെ ഒരു അമ്പലമുണ്ട്, അവിടെ നിങ്ങൾ ആമയൂട്ട് നേർന്നു ഒന്ന് നോക്ക്, 20 ഉറുപ്പികയിലുള്ളൂ ചാർജ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അത് പറഞ്ഞാകുമ്പോൾ തന്നെ അവർക്ക് ഒരു മാസം മുമ്പ് ഉഷാറായി നന്നായി നടക്കാൻ തുടങ്ങി. അവർ സഹോദരിമാരടക്കം ഇവിടെ വന്ന് ആമയൂട്ട് നടത്തി ഇത് ജലധാര ഒഴിച്ച് പോയി. അതെ, വലിയ സംഭവം. ഇപ്പം മിനിഞ്ഞാന്ന് എൻ്റെ മൊബൈലിലുണ്ട്. അവർ തന്ന ഫോട്ടോ ആണ്. ഒരു പെൺകുട്ടിക്ക് സോറിയാസിസ് ആണ്. കാല് ഇങ്ങനെ പൊട്ടി 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 വെള്ളം ഒഴുകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് ആമയൂട്ട് നേർന്നു, അത് പോയി. മാറിയ ഫോട്ടോ കൂടി നമുക്ക് തന്നു അവര്. ആ കുട്ടിയുടെ ഇപ്പൊ ഒരു 10 ദിവസം മുമ്പ്. അത് അങ്ങനെയുള്ള ഇതിപ്പോ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മതി. ഇങ്ങനെ എത്രയോ ഉണ്ട്. വിദ്യാഭ്യാസം, പരീക്ഷ, PSC പരീക്ഷ, ജോലി, മറ്റേ സീറ്റ് കിട്ടാൻ വേണ്ടി എല്ലാം നേരലുണ്ട്. ആമയൂട്ട് നേരലുണ്ട്. സരസ്വതി പൂജ കഴിക്കലുണ്ട്. പിന്നെ സരസ്വതി പൂജ കഴിക്കലുണ്ട്. പിന്നെ ചൊവ്വവിളക്ക്, പിന്നെ ചുറ്റുവിളക്ക്, നിറമാല, ഭഗവത് സേവ എല്ലാം ഉണ്ട്. എല്ലാം വേണമെങ്കിൽ എല്ലാ പൂജയും കഴിച്ചാൽ വലിയ പൂജ കഴിക്കുന്ന അതിനനുസരിച്ചിട്ട് പിന്നെ അതിന്റെ ഗുണങ്ങൾ വേറെ കിട്ടും. പിന്നെ കുട്ടികളില്ലാത്തവർക്ക് അതിന്റെ ഇതുണ്ട് വേറെയുണ്ട്. പിന്നെ കല്യാണം പിന്നെ ആവാത്തവർക്ക് അതിന്റെ പൂജ ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാ പൂജയും കാര്യങ്ങളും ഇവിടെ ഭംഗിയായി നടക്കുന്നുണ്ട്. പിന്നെ 3 നേരം പൂജയുണ്ട്. രാവിലെ, ഉച്ചക്ക്, രാത്രി 3 നേരം പൂജയുണ്ട്. ഏറ്റവും വലിയ പൂജ ഉച്ചക്കാണ്, മഹാപൂജ. ആ സമയത്താണ് നടക്കുന്നല്ലേ? അതെ, ഉച്ചപൂജ കഴിഞ്ഞ ശേഷം ഈ ആമയൂട്ട് നടക്കുന്നത്. രാവിലെ ഉഷപൂജ, ഉച്ചക്ക് ഒരു 11:30 മണിയാകുമ്പോൾ കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി സരസ്വതി പൂജ, 12 മണിക്ക് മഹിഷാസുരമർദ്ദിനി അടുക്കത്ത് ഭഗവതി മഹാപൂജ. രാത്രി പിന്നെ സന്ധ്യാപൂജ, സായങ്കാല പൂജ, അത്താഴ പൂജ. അതെ. എൻ്റെ വീട് ഇവിടുന്ന് 20 കിലോമീറ്റർ വടക്കാണ്. പാണൂർ എന്ന് പറയും. ഡെയിലി അല്ല, ഞാൻ ആഴ്ചക്ക് 1-2 പ്രാവശ്യം വിശേഷ ദിവസങ്ങളിൽ എല്ലാ ദിവസവും വരും. ഇവിടെ എല്ലാ ദിവസങ്ങളും വരും. അതെ. അല്ല, എന്നാലും നമുക്ക് ദൂരം തോന്നില്ല. നമുക്ക് ദൂരം തോന്നില്ല. കാരണം നമ്മൾ അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കയറുമ്പോൾ നമുക്ക് എത്തുന്നില്ല. പക്ഷെ വണ്ടി കയറിയ ശേഷം ഈടെ എത്തുന്നെങ്കിൽ നമുക്കല്ല. ഇവിടുന്ന് അങ്ങോട്ടും പോകുമ്പോൾ ഇപ്പൊ ഞാൻ ഇടന്നെ ഉണ്ടല്ലോ ഇപ്പൊ സമയം രാത്രിയില്. പക്ഷെ അത് പ്രശ്നമല്ല. ഞാൻ പോവും. അതായത് എല്ലാ ദേവീ ദേവന്മാരുടെ എന്തോ ഒരു അദൃശ്യ പിന്നെ ശക്തി ഇവിടെയുണ്ട്. അത് പിന്നെ നമ്മൾ എത്രയാണോ നമ്മളെ ഭക്തന്മാർ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അതനുസരിച്ച് അവർ കൂടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ വസ്തുത. അതവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാതെ വരുന്നവർക്ക് അതിന്റെ അതും കാണിച്ചു കൊടുക്കും. ഇതേമാതിരി കാവ് കൂട്ടാനും അതുപോലെ തന്നെ ജീർണോദ്ധാരണ പ്രവർത്തനം നടത്താം. പിന്നെ ഈ കുറേ ദൂര സ്ഥലം, കർണാടകത്തും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർ ചുള്ളിയിലും കാസർഗോഡും അതുപോലെ കാഞ്ഞങ്ങാട് താമസിച്ചാണ് ഇവിടെ വരുന്നത്. അത് മാത്രമല്ല ബസ് സൗകര്യത്തിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പിന്നെ പരിപാടികളിലൊന്ന് ഒരു പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് 15 കോടിയുടെ. അതിപ്പോൾ അതിന്റെ പരിപാടി നടന്നുകൊണ്ട് അതിന്റെ ഫണ്ടും കാര്യങ്ങളും നമ്മൾ ഗവൺമെന്റിലേക്ക് ചോദിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് വരുന്ന മുറയ്ക്ക് പിന്നെ നാട്ടുകാരുടെ സംഭാവന ബാക്കി കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് നന്നായിട്ട് രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിൽ ഇനി ദൂരത്ത് വരുന്നവർക്ക് ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ തന്നെ ദേവി ദർശനം നടത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നമുക്ക് ഭാവിയിൽ ചെയ്യാമെന്നാണ് നമുക്ക് തോന്നുന്നത്. എല്ലാ ദേവിയുടെ കയ്യിലുണ്ട്. അതെ, മുമ്പോട്ട് പോകാം.
എല്ലാം ആ മഹിഷാസുരമർദ്ദിനി അടുക്കത്ത് ഭഗവതിയും സരസ്വതി ദേവിയും കൂർമാവതാരം മഹാവിഷ്ണു ഭഗവാനും ശാസ്താവും നാഗരാവും നാഗരാജ്ഞിയും പുളിഭവാനും തൂക്കാളിയമ്മയും രക്തേശ്വരമ്മയും ബ്രഹ്മരക്ഷസ് എല്ലാവരും അതിന് വേണ്ടിയിട്ട് പിന്നെ ഇവിടുത്തെ സ്ഥലദേവതകളെല്ലാവരും അതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. നമ്മൾ സഹകരിച്ച് ഞങ്ങൾക്ക് ആയിക്കോട്ടെ. വളരെ സന്തോഷം നിങ്ങൾ വന്നതിലും ഇത്ര പരിപാടി നമ്മൾ ചെയ്യാൻ വേണ്ടി. ശരിക്കും ഇവിടെ വന്നിട്ടാകുമ്പോ ഒരു ഐഡിയ ഉണ്ടായിരുന്നു കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞു തരുമ്പോ നമുക്ക് ഈ ചരിത്രം അറിയണമെന്ന് ഇത്ര നല്ല ഭംഗിയായിട്ട് നിങ്ങൾ പറഞ്ഞത്. നമുക്ക് പുറത്ത് കുറെ കേട്ടിരുന്നു കുറിച്ചിട്ട് ഇത്ര അടുത്ത് സംസാരിക്കണമെന്ന്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ കൊല്ലം നമുക്ക് അതിനെ കുറിച്ച് ഇപ്പൊ പിടുത്തം കിട്ടിയില്ല. കഴിഞ്ഞ വർഷം ഇവര് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ അടുത്ത ആർക്കിയോളജിക്കൽ വിദഗ്ധൻ അവർ വന്നിട്ട് ഇരുന്ന് ഈ വെള്ളം താഴം വീർത്ത് പാറ ഒന്ന് നോക്കിയവർ. അപ്പോൾ നോക്കുമ്പോൾ അവരുടെ ചവിട്ടും അതിന്റെ കൊത്തുപണിയും കാര്യങ്ങളും പറയും 2000 വർഷം പഴക്കം മുമ്പിൽ ഇതെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കൊത്തുപണി വടക്കോട്ട് കുറെ സ്ഥലത്തുണ്ട് പോലും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഇതും പിന്നെ അപ്പോൾ ഇത് 500 1000 ഒന്നല്ല കൊല്ലം പഴക്കം, ഇത് 2000 മേലെ പഴക്കമില്ല അമ്പലമാണ് ഇതെന്ന് പറഞ്ഞു. ഈ മൊത്തം 2000 മേലെ പിന്നെ പഴക്കമില്ല അമ്പലമാണ് ഇത്. പണ്ട് ഒന്നുമില്ലാണ്ട് ചെറിയൊരു മുളിയിട്ട ഒരു സ്ത്രീ പോലും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഇത്രയായി. ഇനിയിപ്പോ ഭാവിയിൽ എല്ലാവരും സഹായിച്ചാൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു നിർമ്മാണ കമ്മിറ്റിയും അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറ്റിക്കോല് നമ്മൾ അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലത്തേക്ക് പണം നടക്കുന്നവരേക്കാം. അതെ. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. നല്ല ഭാവിയിൽ ഒരു അമ്പലം എന്നാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. അതിനുവേണ്ടി നമ്മളെ പിന്നെ നമ്മളും നാട്ടുകാരും എല്ലാം അതിന് അക്ഷീണം പരിശ്രമിക്കുന്നുണ്ട്. പുറത്ത് ഇപ്പൊ കുറച്ച് അറിയപ്പെട്ട് നമ്മളായിട്ട് മാറുന്നുണ്ട്. അതെ. നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. നിങ്ങൾ വന്നതിനും ഈ ഷൂട്ടിംഗ് നടത്തിയതിനും നിങ്ങളോട് എന്ത് നന്ദി പറയണതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം ഈ അമ്പലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഷൂട്ടിങ്ങും ഇതിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങളോട് നന്ദി. ഐഡിയ കിട്ടി. ആയിക്കോട്ടെ. സന്തോഷം. എത്ര മനോഹരമായിട്ടാണല്ലേ ഇദ്ദേഹം നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞത്. അമ്പലത്തിന്റെ ചരിത്രമായാലും ചുറ്റുപാടായാലും ഐതിഹ്യമായാലും ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു തന്നു അദ്ദേഹം. അദ്ദേഹത്തിന് വിലപ്പെട്ട സമയം മാറ്റിവെച്ച് നമുക്ക് നമ്മളെ കൂടെ വന്നു കേട്ടോ. ആമക്കുളം ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും അടുത്തുനിന്ന് കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടിക്കോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.